പുറപ്പാട് പുസ്തകം 4-ാം അധ്യായം 14-ാം വാക്യം, ഒടുവിലത്തെ ഭാഗം. നിന്നെ കാണുമ്പോൾ അവൻ ഹൃദയത്തിൽ ആനന്ദിക്കും. മോശയെ 40 വർഷങ്ങൾക്ക് ശേഷം തൻ്റെ ജ്യേഷ്ഠനായ അഹരോൻ കാണുമ്പോഴുള്ള വികാരം എന്തായിരിക്കും? ദൈവം പറയുന്നത് ശ്രദ്ധിക്കുക. അവൻ ഹൃദയത്തിൽ ആനന്ദിക്കും. ദൈവം നമ്മുടെ മേൽ നൽകിയിരിക്കുന്ന നിയോഗങ്ങളിൽ ഒന്ന് മറ്റുള്ളവർക്ക് സന്തോഷമുളവാക്കുന്നവരായിരിക്കുക എന്നതാണ്. ചിലരുടെ സാന്നിധ്യം അനേകരെ വേദനിപ്പിക്കാറുണ്ട്. എപ്പോഴും കുറ്റം മാത്രം പറയുന്നവർ, എല്ലായ്പ്പോഴും കോപിക്കുന്നവർ, സംശയത്തോടെ എല്ലാം നോക്കുന്നവർ, എല്ലാത്തിനും വിമർശിക്കുന്നവർ, ഏതെങ്കിലും തരത്തിൽ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നവർ, നിഷേധ സ്വഭാവമുള്ളവർ എന്നിങ്ങനെയുള്ളവരോടുകൂടെ സമയം ചെലവിടുന്നത് തികച്ചും പ്രയാസമുള്ള കാര്യമാണ്. നമ്മുടെ വാക്കും പ്രവൃത്തിയും മറ്റുള്ളവരിൽ സന്തോഷമുണ്ടാക്കുന്നുണ്ടോ? സ്വന്തം കുടുംബത്തിലും സമൂഹത്തിലും സഭയിലും ജോലിസ്ഥലത്തുമെല്ലാം സന്തോഷമുണ്ടാക്കുന്നവരാകാൻ നമുക്ക് ശ്രമിക്കാമോ? മറ്റുള്ളവരെ ധൈര്യപ്പെടുത്തുന്നവരും ആശ്വസിപ്പിക്കുന്നവരും സഹായിക്കുന്നവരുമാകാൻ സാധിച്ചാൽ, അവർക്കായി പ്രാർത്ഥിക്കാൻ കഴിഞ്ഞാൽ നിശ്ചയമായും നാം സന്തോഷിപ്പിക്കുന്നവരായി മാറും. അങ്ങനെ ചെയ്യുന്നവരുടെ വാക്കുകൾക്കായി അനേകർ കാതോർക്കും. അവരുടെ സാന്നിധ്യത്തിനായി കൊതിക്കും. യേശു സഞ്ചരിച്ചിടത്തെല്ലാം ജനം വന്നുകൂടിയതിൻ്റെയും തങ്ങളെ വിട്ടുപോകരുതെന്ന് അപേക്ഷിച്ചതിൻ്റെയും എല്ലാം കാരണം യേശുവിലൂടെ അവർക്ക് ലഭിച്ച ആശ്വാസവും സന്തോഷവുമാണ്. അതുകൊണ്ടാണ് യേശു ചെന്ന ഇടത്തേക്ക് ജനം യേശുവിൻ്റെ പിന്നാലെ ചെന്നതും. ഈ ഭൂമിയിൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഈ ചെറിയ ജീവിതം ആരെയും വിഷമിപ്പിക്കാനും വേദനിപ്പിക്കാനും വേണ്ടിയല്ല, സന്തോഷമുളവാക്കുവാനായി ഉപയോഗിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.